ഡാനി എന്താ പരിപാടി? അരി കഴിയും. ഡാനി എത്ര കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? എന്നാലും എത്ര കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? 6 കൊല്ലം. കഴിക്കൊണ്ടിരിക്കണേ. ഒരാഴ്ച ശേഷം നമ്മുടെ അടുപ്പ് ഒരാഴ്ചയുടെ ഗ്യാപ്പ് ഉണ്ടോ? ചായ പോലും വെച്ചില്ലേ ഒരാഴ്ച? വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ വേണം. ഞാൻ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ അടുക്കള നീ ഓഫാക്കി വിടില്ല. അത് ഇത്രയും നേരം കഴുകണം അരി? കളർ പോയി ആദ്യം ഇത്രയും കഴിയുന്നില്ല. ഇങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അരിയിൽ മൊത്തം കളർ അരിയാണ്. ഇത് വെള്ളമായതുകൊണ്ടാണ്. മറ്റേതായിരുന്നെങ്കിലേ ആ കളർ മൊത്തം പോയി വെള്ളമായിരുന്നു. ഇതിപ്പോ എത്ര ആക്കുള്ള ചെയ്യാം? അത് എങ്ങനെ എത്ര നായിക? 3+. ശക്തി കൂടായോ? നമ്മൾ രണ്ടാളായതുകൊണ്ട് കൊടുക്കുന്നില്ല. താല്പര്യം ഇതിനൊക്കെ അടിപൊളി സാധനമായിട്ടുണ്ടാവും. പക്ഷെ പറയാ വേണം. ചായക്കാരി അപ്പേക്കാണ്. ഇപ്പൊ കൈകൾ കഴിഞ്ഞ് അടുപ്പത്ത് നോക്കണം. അടുക്കളയിലേക്ക് കയറലേ ഇല്ല. അല്ല ഡാനി? എഴുന്നേക്കിന്റെ ഞാൻ പറഞ്ഞില്ലേ 12 പരിപാടിക്ക് എഴുന്നേക്കണം. കിടക്കുമ്പോ വൃത്തിക്കാൻ വെച്ചില്ലേ കുറച്ച് അടിച്ചു കാര്യം. അതിലില്ലാത്തൊരു ക്ഷീണം അവിടെ കാണിച്ചിട്ടില്ല. മാസ്റ്റർ ഷെഫ്. ഇത് മാസ്റ്റർ ഷെഫിന്റെ പ്രിപ്പറേഷൻ അല്ല. മാസ്റ്റർ ഷെഫിന്റെ അമ്മയുടെ നമ്മൾ ജസ്റ്റ് ചൂടാക്കൽ മാത്രം. നമ്മൾ ജസ്റ്റ് ചൂടാക്കി മാത്രം. ഉണ്ടാക്കി തന്നതിന് നമ്മൾ ടൈം ചെയ്യാൻ പാടില്ല. അതിന്റെ രുചി നഷ്ടപ്പെടും. നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അമ്മയുടെ അടുത്ത് ഞാൻ നമ്മളുണ്ടാക്കുന്ന സാമ്പാറില്ലേ അത് പറഞ്ഞോട് തോന്നാപ്പ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ സ്പെഷ്യൽ റെസിപ്പി. വീട്ടിലുണ്ടാക്കാൻ വേണ്ടി തേങ്ങ വെച്ചൊക്കെതാ അതുകൊണ്ട് വെള്ളം വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് അടുത്ത സാമ്പാർ ബ്ലോഗ് ഇടാം. സാമ്പാർ മെനു വിഷയല്ല. കണ്ണടച്ച് വരെ സാമ്പാർ ഉണ്ടാക്കും. ഏതാ ഷെഫിന്റെ നൃത്തം? ഡാനി ഷെഫിന്റെ നൃത്തം ഏതാ രസം? കാല്
അതിലും ഇരുന്നിട്ടുണ്ടായിരുന്നു ക്ഷീണിക്ക് ഇരുന്നിട്ടായിരിക്കും. അങ്ങനെ ഡാനിൻ്റെ പ്രിപ്പറേഷൻ. അരിയുക. ഞാൻ എന്താ പറയുക, അല്ല മണിമണി പോലത്തെ ചോറ്. Finish. Finally. ബീഫ് മൊത്തം എടുത്തായിരുന്നോ? Lani.